ഫ്രണ്ട്സ് എല്ലാവർക്കും ലൂപ്പസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. സോ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് നമുക്കിന്ന് മെയിൻ്റെനൻസ് ആയിട്ട് നമ്മുടെ കൊണാമി നമ്മുടെ ഗെയിമിക്ക് പുതിയൊരു ഫ്രീ ട്രൈ കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതെന്താ സംഭവിച്ചാൽ നമുക്ക് മുമ്പ് നമ്മളുടെ മറ്റേ ഒലീസൊക്കെ വന്നില്ലേ, അതുപോലത്തെ ഒരു സംഭവമാണ്. നമുക്കിനിയുള്ള ഈ 13 ദിവസം ഓരോ ഫ്രീ ട്രൈ വീതം തരും. സോ അതിലൊരു പ്ലെയർ അവർ കൊണ്ടുവന്നിട്ടുണ്ട്, നമ്മളുടെ ഡ്രിക് ക്വിച്ച് വന്നിട്ട്. സോ ചെങ്ങായി നമുക്ക് എടുക്കാനുള്ള ഒരു അവസരമുണ്ട്. ഈ 13 ദിവസവും ഫ്രീ ട്രൈ ഉണ്ടാവും, ഓരോ ട്രൈ വീതം 13 ദിവസവും. അപ്പോൾ ഇതിൽ ടോട്ടൽ 30 പ്ലേയേഴ്സ് സംതിങ് ഉണ്ട്. അപ്പോൾ ഭാഗ്യമുള്ളവർക്ക് കിട്ടും, അത്രേ ഞാൻ പറയുള്ളൂ. എന്തായാലും അതിലൊരു ഭാഗ്യം നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. സോ ചെങ്ങായിക്ക് ഇന്ന് നമുക്ക് എന്തായാലും ഈ ക്വിറ്റിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ പരിപാടി ചെയ്യാൻ ഈ ക്വിറ്റിൻ്റെ ഒരു പ്ലെയർ റിവ്യൂ ആണ്. സോ പ്ലെയർ വിത്ത് ഗെയിം പ്ലേ. സോ ഇതിൽ നമ്മൾ എന്തായാലും ക്വിറ്റിൻ്റെ കിഡ്ലൻ പ്രോഗ്രഷനും ആഡഡ് സ്കിൽസ് ഏതൊക്കെയാണ് വേണ്ടത് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്തായാലും വീഡിയോയ്ക്ക് പോവാം. അപ്പോൾ ഈ ക്വിറ്റിന് ആർക്കെങ്കിലും കിട്ടി ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സൗണ്ട് കുറച്ച് പോയി കിടക്കുകയാണ്, മൈക്കിൻ്റെ കാര്യങ്ങളുടെ പ്രശ്നമല്ല. അപ്പോൾ എന്തായാലും ലൈവും കാര്യങ്ങളൊക്കെ അതാണ് ഇല്ലാത്ത സൗണ്ട് എന്തായാലും സെറ്റാക്കിയിട്ട് നമ്മളെല്ലാം സെറ്റാക്കി വരണതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഈ ക്വിറ്റിനോണ്ട് എത്രത്തോളം പെർഫോം ചെയ്യാൻ പറ്റുമെന്ന്. സോ അതിന് നമുക്ക് ക്വിറ്റിൻ്റെ പ്രോഗ്രഷനും കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം. സോ ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന പ്രോഗ്രഷൻ പറയുന്നത് 7 ഷൂട്ടിങ്, 2 പാസിങ്, 11 ഡ്രിബിളിങ്, അതുപോലെ തന്നെ 6 ഡിസ്ചാർജ്, 11 ലോ ബോർഡ് സ്ട്രെങ്ത് ആണ്. അപ്പോൾ ഇതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സ് നമ്മുടെ ക്വിച്ചിന് കിട്ടുന്നുണ്ട് കേട്ടോ. സോ ക്വിച്ചിൻ്റെ ഫുൾ നെയിം എന്നാണ് ഡ്രിക് ക്വിച്ച് എന്നാണ് കേട്ടോ. ഓക്കെ, സോ പ്ലെയർ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ആൾ 28 വയസ്സുള്ള 184 ഹൈറ്റുള്ള അത്യാവശ്യം ഹൈറ്റുള്ള ഒരു വിങ്ങറാണ് കേട്ടോ. ലെഫ്റ്റ് വിങ് ഫോർവേഡ് ആണ്. സോ റൈറ്റ് ഫുട്ടറാണ്. അതുപോലെ തന്നെ ആൾ ലിവർപൂളിൻ്റെ പ്ലെയറാണ് കേട്ടോ. ആളൊരു ഫുൾ ഫിംഗറാണ്, ഏകദേശം എല്ലായിടത്തും കളിക്കും. ലെഫ്റ്റ് മിഡ്ഫീൽഡും റൈറ്റ് മിഡ്ഫീൽഡും ആൾക്ക് ബൂസ്റ്റർ കൊടുക്കുകയാണെങ്കിൽ, അല്ല ലെഫ്റ്റ് മിഡ്ഫീൽഡും ലെഫ്റ്റ് വിങ് ഫോർവേഡ് ആൾക്ക് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആൾക്ക് എന്തായാലും കൂടുതലായിട്ട് അവിടെ പെർഫോം ചെയ്യാൻ പറ്റും, ഫുൾ റേറ്റിംഗ് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ആളുടെ പ്ലേ സ്റ്റൈൽസ് വന്നിരിക്കുന്നത് മാച്ചിങ് റണ്ണാണ്. അതുപോലെ തന്നെ അഡീഷണൽ കൊടുത്താണ് ഇത് കാണിക്കുന്നത്. LMFും LWFും കൊടുക്കുകയാണെങ്കിൽ അവിടെ കൂടുതൽ കളിപ്പിക്കാനായിരിക്കും നല്ലത്. കാരണം ആളൊരു റൈറ്റ് ഫുട്ടഡ് പ്ലെയർ ആണ്. അപ്പോൾ ലെഫ്റ്റ് വിങ് ഫോർവേഡ് ആണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഇട്ട് കളിപ്പിച്ചാൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ നോക്കുകയാണെങ്കിൽ ഓവർ റേറ്റിംഗ് 102 ആൾക്ക് വരണത്. നിങ്ങളിപ്പോൾ ഈ പ്രോഗ്രഷനിൽ 102 ആയിരിക്കും. മറ്റൊന്ന് ഓട്ടോ കൊടുക്കാൻ എനിക്ക് തോന്നുന്നു 101 കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ അറ്റാക്കിംഗ് അവയർനെസ് 88 ഉണ്ട്, ബോൾ കൺട്രോൾ 93, ഡ്രിബിളിംഗ് 92, ടൈറ്റ് പൊസിഷൻ 89, ലോ പോസ്റ്റ് ആഫ്റ്റർ പാസ് 72 ആണ്. ഫിനിഷിങ് 91 കിട്ടും. നമുക്ക് ഇതിൽ ഓട്ടോ കൊടുക്കുകയാണെങ്കിൽ ഇതിനായിട്ട് കൂടുതലായി കിട്ടുന്നുണ്ടിരിക്കുക. എന്നാലും നമുക്ക് വിങ്ങർ ആയതുകൊണ്ട് അത്ര കൊടുക്കണുള്ളൂ. അത് സെറ്റ് പീസ് 71, കേൾ 79 ആണ്, കുറവാണ് എന്നാലും. അതുപോലെ തന്നെ സ്പീഡ് 90, ആക്സിലേഷൻ 85, കിക്ക് എംപവർ 96, ജെൻബ് 80, ഫിസിക്കൽ കോൺടാക്ട് 80, ബാലൻസ് 80, സ്റ്റാമിന 92. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഫ്രീ കാർഡിന് കൊടുക്കാൻ പറ്റിയ ഒരു സ്റ്റാറ്റ്സ് തന്നെയാണ് നമ്മൾ ഈ പ്ലെയറിന് നമ്മുടെ കൊണാമി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ തന്നിരിക്കുന്ന പ്രോഗ്രഷൻ വഴി നിങ്ങൾ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിലുള്ള സ്റ്റാറ്റ്സ് കിട്ടും കേട്ടോ. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. എന്തായാലും ഈ പ്രോഗ്രഷൻ വെച്ചിട്ട് നമ്മളിത് പഠിക്കണം കേട്ടോ. അതുപോലെ തന്നെ വീക്ക് ഫുട്ട് യൂസേജ് റയറിലാണ്. വീക്ക് ഫുട്ട് ആക്യുറസി മീഡിയം, ഫോം അൺവേറിംഗ് ആണ്, ഇഞ്ചുറി റെസ്റ്റിങ്സ് അയ്യും. ഓക്കെ, അപ്പോൾ ഇഞ്ചുറിയുടെ ആയിരുന്നു പേടിക്കല്ല. വീക്ക് ഫുട്ട് യൂസേജ് റയറിലാണ്. വീക്ക് ഫുട്ട് ആക്യുറസി കുറവാണ്. അപ്പോൾ മാക്സിമം ലെഫ്റ്റ് കൊണ്ടൊന്നും അടിപ്പിക്കാണ്ട് റൈറ്റ് കൊണ്ട് തന്നെ അടിച്ച് കളിപ്പിക്കാൻ നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ ആൾക്ക് കൊടുത്തിരിക്കണ ഇത് പറയുന്നത് ബൂസ്റ്റർ ഷൂട്ടിംഗ് ആണ്. നിങ്ങൾ വല്ല ഫ്രീ കിക്ക് ടേക്കിങ്ങോ ഇനി സ്പീഡ് ഉണ്ടെങ്കിൽ എജിലേറ്റൊക്കെ കൂട്ടി കൊടുത്താൽ മതി, സെറ്റായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ബോൾ ക്യാരിങ് കൊടുത്താലും മതി കേട്ടോ. ആൾക്ക് നിങ്ങളുടെ സ്കിൽസ് നോക്കുകയാണെങ്കിൽ ഹെഡിങ് ഉണ്ട്, നല്ല ഹൈറ്റുള്ള പ്ലെയർ, അവരുടെ ഹെഡിങ് എന്തായാലും ഉണ്ടാവും. അതുപോലെ തന്നെ ലോങ് റേഞ്ച് കേർലർ, ലോങ് റേഞ്ച് ഷൂട്ടിങ്, ആക്രോബാറ്റിക് ഫിനിഷിങ്, ഫസ്റ്റ് ടൈം ഷോട്ട്, വിൽ പവർ എന്ന് പറഞ്ഞ സ്കില്ലിലാണ് ആൾ വന്നിരിക്കുന്നത്. അറിയാം, നമുക്ക് സ്ലാറ്റനൊക്കെ ഉള്ളൊരു ഷൂട്ടിംഗ് സ്കില്ലാണത്. സോ അതൊരു കിടില സ്കില്ലാണ് കേട്ടോ. അത് വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ലോങ് റേഞ്ച് ഒക്കെ നമുക്ക് എന്തായാലും അടിച്ച് നോക്കുന്നത്, എത്രത്തോളം എഫക്റ്റീവ് ആണ് നോക്കണ്ടേ. അതുപോലെ പിൻ പോയിന്റ് ക്രോസിംഗ് ഉണ്ട്, ഔട്ട് സർക്കുലർ ഉണ്ട്, ട്രാക്ക് ബാക്ക് ഉണ്ട്, ഏരിയൽ സുപ്പേരിറ്റി ഉണ്ട്, ഹൈറ്റുള്ളതുകൊണ്ട് എല്ലാം ഉണ്ട് കേട്ടോ, സെറ്റാണ്. അപ്പോൾ ഇതിലേക്ക് എന്തായാലും ഇനി ഒരു മാസ് റിട്ടേൺ, ഡബിൾ ടച്ച്, ഫൈറ്റിംഗ് സ്പിരിറ്റ് ആഡ് ചെയ്യുക, റേസിംഗ് ഔട്ട് ആഡ് ചെയ്യുക, സെറ്റായിരിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് ത്രൂ ബോളൊക്കെ ത്രൂ പാസിംഗ് ഒക്കെ ഒന്ന് ആഡ് ചെയ്തോ, 1 ടച്ച് പാസൊക്കെ സെറ്റായിരിക്കും കേട്ടോ. എന്തായാലും ഇത്രയും കൊടുത്താൽ മതി, ആൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കളിപ്പിക്കാൻ പറ്റും. എന്തായാലും നമ്മൾ ലെഫ്റ്റ് വിങ് ഫോർവേഡ് ഇട്ടിട്ട് ആളെ ഡ്രിബിൾ ചെയ്ത് പൊളിക്കാൻ പോകാം കേട്ടോ. മാക്സിമം ഡ്രിബിൾ ചെയ്യാനേ നോക്കുള്ളൂ. അതുപോലെ തന്നെ ഷൂട്ട് ചെയ്യാനും ക്രോസിങ് കാര്യങ്ങളൊന്നും അധികം നോക്കണില്ല. എന്തായാലും എത്രത്തോളം നമ്മുടെ ക്വിറ്റ് പെർഫോം നമുക്ക് നോക്കി നോക്കാം. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. പെപ്പെ ആൻഡ് മാൾഡീനി ക്വിറ്റ് അവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, ക്വിറ്റാണ്. ഓക്കെ, കട്ട് ചെയ്യാം. ഓക്കെ, നൈസ് വൺ, ക്വിറ്റ് അടുപ്പിച്ച് നോക്കാം. ക്വിറ്റ് അയ്യടാ, പുറത്ത് പോയടാ, ഫസ്റ്റ് ടൈം തന്നെ പുറത്തേക്ക് അടിച്ചിട്ടാ. ഒലിവർ ഗാൻ്റെ ഒരു ക്ലിയറൻസ് ആണ്. ആൻഡ് ഇറ്റ്സ് വിട്ടീനെ എടുക്ക് വിട്ടീനെ ക്വിറ്റ്. ഓക്കെ, ക്വിറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ഡ്രിബിൾ ചെയ്യാം. ഓക്കെ, ക്വിറ്റ് ഗുഡ് സ്പീഡ് ഉറപ്പില്ല. ഓക്കെ, മാസ് റിട്ടേൺ ഉണ്ടാവും. ഓക്കെ, നൈസ് വൺ, ഡബിൾ ടച്ച് ഇടാം. ഓക്കെ, ക്വിറ്റ് നൈസ് ഡ്രിബിൾ അടുപ്പിച്ച് നോക്കാം. ക്വിറ്റ് ഫസ്റ്റ് കളിൻ്റെ ഗോൾ സ്കോർ ചെയ്തിരിക്കുകയാണ് കേട്ടോ. ക്വിറ്റിൻ്റെ ഒരു കിട്ടില്ല, കുഴപ്പമില്ല കേട്ടോ. ചെങ്ങായി അത്യാവശ്യം ലുക്കൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ ആദ്യം തന്നെ ഗോൾ സ്കോർ ചെയ്യുകയാണ്. 28 മിനിറ്റിൽ ക്വിറ്റിൻ്റെ ഒരു വെടിയുണ്ടാ, പുള്ളി ഗോള്. ആൻഡ് ഇറ്റ്സ് ക്വിറ്റ് അഗെയിൻ. ഓക്കെ, ക്വിറ്റാണ്, മാസ് റിട്ടേൺ നൈസ് വൺ. ഓക്കെ, ക്വിറ്റ് ഡ്രിബിൾ ചെയ്യാം. ക്വിറ്റ് എടാ ഫൗള് വെച്ചിട്ടാ, പക്ഷേ ഡ്രിബിൾ ചെയ്ത് കയറി വിൽ പവറിന് ടെസ്റ്റ് ചെയ്യാൻ പോയതാണ്. പക്ഷേ ഫൗള് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ക്വിറ്റിനോണ്ട് തന്നെ അടുപ്പിച്ച് നോക്കാം.
ഫ്രീ കിക്ക് ടേക്കിങ് അധികം ഇല്ല, ബട്ട് ട്രൈ ചെയ്ത് നോക്കാം. അവിടെ അല്ല നല്ല ലോങ് എന്നാണല്ലോ. എന്തായാലും നമുക്ക് കുയിച്ചിനോണ്ട് തന്നെ അടുപ്പിക്കുക ഗൈസ്. ഓക്കെ സ്വിച്ച് ഓക്കെ. കുയിച്ച് അവിടെ 79 ഉള്ളൂ. അടുപ്പിച്ച് നോക്കാം. എന്തായാലും വലിയൊരു ഇത് കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്തായാലും അടുപ്പിച്ച് നോക്കാം. ഔട്ട് സൈഡ് കൊടുക്കാം. മോളിക്ക് എന്താ പൊന്താത്ത്? ഓ സേവാണ് കേട്ടോ. ടാർഗറ്റിക്കല്ല പോയത് സംഭവം, പക്ഷെ സേവ് ഇട്ടൊക്കെയാണ്. എടുക്ക് നെയ്മർ ആൻഡ് ഇറ്റ്സ് കുയിച്ച്. നൈസ് നൈസ് ഡ്രിബിൾ. നമുക്ക് ഡ്രിബിൾ ചെയ്ത് നോക്കാം. ഓക്കെ കുയിച്ച്. എടാ നല്ല ബാലൻസ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. അതെന്താ മൂവ്മെൻറ്റ് ഡ്രിബിളിങ് ഉണ്ടോ മൂപ്പർക്ക്? എൻ്റെ പൊന്നെ ഗൈസ്, ഒരു രക്ഷയില്ലാത്ത ഡ്രിബിളിങ് ഉണ്ടോ. ഡബിൾ ടച്ച്. ഓക്കെ നൈസ് വൺ. ഓക്കെ കുയിച്ചാണ്. ഡബിൾ ടച്ച് അടുപ്പിച്ച് നോക്കാം. കുയിച്ച്. എടാ സേവ് ഇട്ട നല്ല ട്രൈ ആയിരുന്നു അത്. നെവേഴ്സ്. ഓക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഒബാങ്ചു കുയിച്ച്. ഓക്കെ ഡ്രിബിൾ ചെയ്യാം. പോയി പോയി പോയി. ഓക്കെ ബുസ്കറ്റ്സ്. കുയിച്ചിന് കൊടുക്കാം. ഓക്കെ കുയിച്ചാണ്. ഓക്കെ കുയിച്ച് അടുപ്പിച്ച് നോക്കാം. ഓക്കെ കുയിച്ച്. യോ ഇവിടെ ഏതാ അടി. ബിൽ പവറിന്റെ പവർ വന്നിട്ട് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത പൊളിസാണ്. കാരണം റേസിംഗ് ഷോട്ട് ആൻഡ് ഇറ്റ്സ് വിറ്റീന. ഓക്കെ കുയിച്ചാണ്. കുയിച്ച് മത്സരട്ടെ. നൈസ് വൺ. കുയിച്ച് അടുപ്പിച്ച് നോക്കാം. കുയിച്ച്. എടാ ശേ ബ്ലോക്ക് വന്നു. നൈസ് ട്രൈ ആയിരുന്നു. മാൾഡീനി കുയിച്ച് അവിടെ. ഓക്കെ കുയിച്ചിനൊക്കെ കുയിച്ച് ടേൺ എടുക്കാം. ഓക്കെ നൈസ് വൺ. ഡബിൾ ടച്ച്. ഓക്കെ ഡ്രിബിൾ ചെയ്യാം. ഗുഡ് വൺ. എൻ്റെ പൊന്നളിയ ആക്സിലേഷൻ സ്പീഡ് ഒരു രക്ഷയില്ല കേട്ടോ. ഓക്കെ ഡബിൾ ടച്ച് ഇടാം. ഓക്കെ കുയിച്ച് അടുപ്പിച്ച് നോക്കാം. ഓക്കെ കുയിച്ച്. സേവ് സേവ് സേവ്. വീണ്ടും സേവ്. ഹിമർ ആൻഡ് ഇറ്റ്സ് വിറ്റീന. മാൾഡീനി കുയിച്ച് അവിടെ. ഓക്കെ കുയിച്ച്. ഓക്കെ അടുപ്പിച്ച് നോക്കാം. ഓക്കെ കുയിച്ച്. എൻ്റെ പൊന്നെ എടാ എന്നാ സാധനം ഇത്. ഫ്രീ ട്രയൽ കിട്ടിയ സാധനം ഇജാതി പേട അടിച്ച് കയറ്റി. ഹിമർ. ഓ നൈസ് ഡ്രിബിൾ. പക്ഷെ നമ്മൾ എടുത്തിട്ടുണ്ട് വിറ്റീന. ഓക്കെ ഓക്കെ കുയിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ കുയിച്ചാണ്. ഓക്കെ നൈസ് ഡ്രിബിൾ. എടാ ബൗൾ വെച്ചറാ. ഓക്കെ വിറ്റീന അടുപ്പിച്ച് നോക്കാം. വിറ്റീന. വിറ്റീന അടിച്ച് വെച്ചിട്ടുണ്ട്. കുയിച്ചിനെ അവിടെ വെട്ടിയിട്ട്, പക്ഷേ വിറ്റീന സ്കോർ ചെയ്തു. എന്തായാലും ഗോളായില്ലോ. ഫോർലാൻഡ്. ഓക്കെ ഒബമേങ്ങാണ്. എടാ പക്ഷെ ഒബ എടുത്ത ഒബേ. ഓക്കെ കുയിച്ച്. ഓക്കെ കുയിച്ച് എടുത്തിട്ടുണ്ട്. ഓക്കെ മത്സരം ടേൺ ഉണ്ടാവും. ഓക്കെ ഒന്നുകൂടി വലിക്കാം. ഓക്കെ നൈസ് ഓൺ. ഒന്ന് ടേൺ എടുക്കാം. കുയിച്ചെടുക്ക്. ഓക്കെ കുയിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ ഫേക്ക് ഇടാം. ഓക്കെ പോയൊക്കെ അടുപ്പിച്ച് നോക്കാം. ഓക്കെ കുയിച്ച്. എൻ്റെ പൊന്നെ എടാ എടാ വെടിയുണ്ടാ. എടാ ഇന്നാ പവർ അടി. ഒരു രക്ഷയില്ല. കിടില ഷോട്ട് ഇട്ടോ. പുള്ളി സാധനം നോക്കി നോക്കി ഫേക്ക് ഇട്ട് ഉള്ളിൽ കയറിയിട്ട് പോയി. കുയിച്ച് പാസ് കൊടുക്കാം. കുയിച്ച് റണ്ണെടുത്തേ. ഓക്കെ നൈസ് വൺ. കുയിച്ച്. ഓക്കെ കുയിച്ചാണ്. ഉള്ളിക്ക് കട്ട് ചെയ്യാം. ഓക്കെ നൈസ് വൺ. ഡ്രിബിൾ ചെയ്യാം. ഓക്കെ കുയിച്ച് അടുപ്പിച്ച് നോക്കാം. കുയിച്ച്. ജസ്റ്റ് മിസ്റാ. സൈഡിൽ കൂടെ പോയി. നല്ല ട്രൈ ആയിരുന്നു കേട്ടോ. ത്രോയിനാണ് കേട്ടോ. മാളിയുണ്ട്. കുയിച്ച് റണ്ണെടുക്കറ. കുയിച്ച് നിൽക്കല്ല, അങ്ങോട്ട് ഓട്. ഓക്കെ കുയിച്ച്. ഓക്കെ ഗുഡ് ഡ്രിബിൾ. ഓക്കെ നൈസ് സ്പീഡ്. ഓക്കെ മത്സരത്തെ ഉണ്ടാവും. എൻ്റെ പൊന്നെ 2 പ്ലേസോടെ പോയിട്ട്. ഓക്കെ കുയിച്ചാണ്. അടുപ്പിച്ച് നോക്കാം. ഓക്കെ കുയിച്ച്. ലെറ്റ്സ് ഗോ. കേളും അത്യാവശ്യം കുഴപ്പമില്ല. നല്ല രീതിയിൽ തന്നെ മൂപ്പര് കളിക്കുന്നുണ്ട് കേട്ടോ. വിങ്ങിൽ താണ്ടവാടുണ്ട്. കുയിച്ചിൻ്റെ കിടിലെ ഗോളായിരുന്നത്. പൊളി പൊളി. വിറ്റീന ആൻഡ് ഇറ്റ്സ് കുയിച്ച്. ത്രൂ ബോൾ ടു മാൾഡീനി. മാൾഡീനി ടു കുയിച്ച്. കുയിച്ചാണ് കേട്ടോ ഗൈസ്. ഓക്കെ കുയിച്ച്. ഓക്കെ മത്സരത്തെ ഉണ്ടാവും. അവിടെ കെറേഴ്സ് പോയിട്ടുണ്ട്. ഓക്കെ കുയിച്ച്. സ്റ്റണ്ണിങ് വന്നില്ലടാ. കീള വന്നത്. വിറ്റീന. മാൾഡീനി. കുയിച്ച്. മാൾഡീനി ത്രൂ ബോൾ ടു കുയിച്ച്. ഓക്കെ കുയിച്ച് 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 ഡബിൾ ടച്ച്. ഓക്കെ മത്സരട്ടേണ വന്ന് അടുപ്പിച്ച് നോക്കാം. കുയിച്ച്. അത് ആരുടെ മോന്തൊക്കെ അടിച്ചു വേടാ. എടുത്തടാ അത്. ഓക്കെ ബുസ്കറ്റ്സ് ത്രൂ വയ്ക്കാൻ കുയിച്ചിന്. എൻ്റെ പൊന്നെ കിടിലം പാസ് ഫ്രം ബുസ്കറ്റ്സ്. ഓക്കെ കുയിച്ചാണ്. മത്സരട്ടേ ഉണ്ടാവും. ഓക്കെ നൈസ് വൺ. ഓക്കെ കുയിച്ച്. ഓക്കെ കുയിച്ച്. ഓക്കെ കുയിച്ച്. ഓക്കെ എന്തായാലും നമുക്ക് വിങ്ങിക്ക് കൊണ്ടുവരാം. അവിടുന്ന് ടേൺ എടുത്ത് വരാൻ നോക്കാം. ഓക്കെ കുയിച്ചാണ്. ടേൺ എടുക്കാം. ഫൗളിടാം. ഓക്കെ ഒരു ഫൗൾ വീണ്ടും കിട്ടിയിട്ടുണ്ട്. ഡ്രിബിളിങ് കുഴപ്പമില്ല. അല്ല സ്പീഡ് ആക്സിലേഷൻ ആൾ നന്നായി കയറി പോണ്ടിട്ടോ അങ്ങോട്ട്. എന്തായാലും ഫ്രീ കിക്ക് നമുക്ക് നോക്കി നോക്കാം. ഈ ആംഗിളിൽ നിന്ന് അടിക്കാൻ പറ്ററിയില്ല. 4 ലൈനെ നിൽക്കണം. നമുക്ക് എന്തായാലും കുയിച്ചിനോണ്ട് അടുപ്പിക്കാം. 86 ഉണ്ട് അടുത്തുന്നില്ല കേട്ടോ. ലോങ് ആകുമ്പോൾ 79. എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് അടിക്കാൻ പറ്റുമെന്ന് കരുതാ. അത് ഇങ്ങോട്ട് വയ്ക്കാം. ഓക്കെ ഷാഡി പോരാട്ടോ. ഫ്രീ കിക്ക് പോരാ. അഗെയിൻ ഒഡോ ബറേസി ലോഫ്റ്റ് കളിക്കുക അപ്പുറത്തേക്ക്. ഓക്കെ നൈസ് ടു മാൾഡീനി. ഓക്കെ മാൾഡീനി ആൻഡ് ഇറ്റ്സ് കുയിച്ച്. ഓക്കെ മാസ് റിട്ടേൺ. ഓക്കെ നൈസ് വൺ. കുയിച്ച് 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 അടുപ്പിച്ച് നോക്കാം. കുയിച്ച്. അടി പൊന്തിയിൽ അടി കൂടെ ഫ്ലാറ്റ് ആയിട്ട് പോയതാ. കുഴപ്പമില്ല. നൈസ് ട്രൈ ആയിരുന്നു. കുഴപ്പമില്ല. നിരാശപ്പെടേണ്ട മോനെ. നല്ല കളി കളിക്കേണ്ടത് നീ. എംബാപ്പെ എടാ വിട്ടീനെ എടുക്കുക. ഓക്കെ വിട്ടീനെ എടുത്തിട്ട്. ഓക്കെ കുയിച്ചിനൊക്കെയാ. ഓക്കെ ഡബിൾ ടച്ച് ഇട്ട് പഠിക്കാം. കുയിച്ച് ലെഫ്റ്റ് ഫുട്ടാണ്. വീക്ക് ഫുട്ടിലാണ് അടി. നമ്മൾ വിചാരിക്കണ പോലെ വരില്ല. വിട്ടീന ആൻഡ് ഇറ്റ്സ് മാൾഡീനി. കുയിച്ച്. ഓക്കെ നൈസ് ഡ്രിബിൾ ഫ്രം കുയിച്ച്.
ഓക്കെ ടേൺ എടുക്കാം, ഗുഡ് വൺ. ഓക്കെ കുയിച്ചാണ്, സ്പേസ് ഉണ്ട്. ഓക്കെ അടുപ്പിച്ച് നോക്കാം, കുയിച്ച്. മോളിക്ക് പോയി, നേരത്തെ താഴ്ത്തു കൂടി ഇപ്പം മോളിക്കൂടെയും പോയടാ. ശേ പെപ്പെ, മാൾഡീനി, കുയിച്ച് ടേൺ എടുക്കാം. ഓക്കെ ഗുഡ് 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 സ്പീഡ്. ഓക്കെ നൈസ്. കെനവേറോനെ അവിടെ എടുത്തിട്ടുണ്ട്. ഓക്കെ മത്സരട്ടെ, നൈസ് വൺ. ഓക്കെ കുയി ഡബിൾ ടച്ച്. എടാ ഗോളി കയറിണ്ട്, അടുപ്പിച്ച് നോക്കാം, കുയിച്ച്. ഗോളി കയറി കൊണ്ടുപോകുന്നതുകൊണ്ട് ഭാഗ്യം, കണ്ടോണ്ട് ഭാഗ്യം. അത് നൈസ് ഡ്രിബിളിംഗ് ആയിരുന്നു കേട്ടോ. പ്ലേയേഴ്സിനൊക്കെ എടുത്തിട്ട് തന്നെ പോയത്. പക്ഷെ എന്നാലും ഗോളി പൊസിഷനിങ് ഉണ്ടെങ്കിൽ ഗോളാവില്ല അത്. കാരണം ഗോളി പുറത്തേക്ക് വന്നുകൊണ്ട് പിന്നെ നമ്മൾ പ്രസൻസ് ഓഫ് മൈൻഡിൽ അടിച്ചാണ് അവിടെ നിന്ന്. എന്തായാലും ഗോള് കിട്ടിയിട്ട് കിടിലൻ ഷോട്ടായി, കിടിലൻ ഗോളായി. കുയിച്ച് ഓൺ ഫയർ ഗൈസ്. മെസ്സി ആൻഡ് ഇറ്റ്സ് കുയിച്ച്. മാൾഡീനി ഓക്കെ ത്രൂ വയ്ക്കാം. ഓക്കെ കുയിച്ച് റൺ എടുക്കുന്നുണ്ട്. കെനവേറ പിന്നിലുണ്ട്. ഓക്കെ അടുപ്പിച്ച് നോക്കാം, കുയിച്ച്. വീക്ക് ഫുട്ടിൽ വന്നിട്ട് റൈറ്റിൽ വന്നില്ല കേട്.